പുരസ്കാരങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ? 100% ഉണ്ട്. സാഹിത്യത്തിനും സമാധാനത്തിനുമുള്ള ഇത്തവണത്തെ നൊബേൽ അങ്ങനെയും വായിച്ചെടുക്കാം. രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യത്തിനെതിരെ പോരാടുന്നവരാണ്. സമാധാനത്തിന്റെ നൊബേൽ ലഭിച്ചിരിക്കുന്നത് തന്നെ പ്രതിപക്ഷ നേതാവിനാണ്. വെനസ്വേലയുടെ ഉരുക്കു വനിതയായ മരിയ കൊറീന മച്ചാഡോയ്ക്ക്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പ്രിയപുത്രിയാണ് മരിയ. ഹ്യൂഗോ ഷാവേസ് എന്ന സോഷ്യലിസ്റ്റ് ഐക്യൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തുടങ്ങിയതാണ് മരിയയുടെ സമരം. ഇപ്പോൾ നിക്കോളാസ് മറുഡോയ്ക്കെതിരെയും പ്രക്ഷോഭം നയിക്കുന്നു. വെനസ്വേലയിലെ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ അപ്രമാദിത്വം തകർത്തതിന് പാശ്ചാത്യ ലോകം നൽകിയ സമ്മാനമായാണ് ഈ നൊബേൽ പരിഗണിക്കപ്പെടുന്നതും. കമ്മ്യൂണിസം സമഗ്രാധിപത്യത്തിലേക്കും അത് ഏകാധിപത്യത്തിലേക്കും നീങ്ങുന്നതിനെതിരെ നൽകുന്ന ഒരു മുന്നറിയിപ്പായി കാണാം മരിയയുടെ പോരാട്ടത്തെ. സാഹിത്യത്തിലേക്ക് വന്നാൽ സാഹിത്യ നൊബേൽ ജേതാവ് ലാസ്ലോ ക്രാസ്നഹോർക്കൈ പഴയ സോവിയറ്റ് യൂണിയൻ കാലത്തെ കർശന ഉരുക്കുമറകൾക്കപ്പുറമിരുന്നാണ് എഴുതി തുടങ്ങിയത്. ആദ്യം എഴുതിയ പുസ്തകം പോലും അച്ചടിക്കാതെ കയ്യെഴുത്തു പ്രതി കൈമാറിയാണ് വായിക്കപ്പെട്ടത്. രണ്ടുപേരെയും സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കൾ എന്ന് പറയുമ്പോഴും രണ്ടും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. കേരളത്തിന് ഈ നൊബേലുകൾ എന്തെങ്കിലും സന്ദേശം നൽകുന്നുണ്ടോ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ വാഴിക്കുന്ന നൊബേലുകൾ. നൊബേൽ ചരിത്രപരമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കുള്ളതാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ് എല്ലാ കാലവും ഇടതുപക്ഷം ചേർന്നു നിന്നയാളാണ്. ആ മാർക്വേസിന് നൊബേൽ കിട്ടുന്നത് 1982-ലാണ്. അക്കാലത്ത് ഇപ്പോഴത്തെ ജേതാവായ ലാസ്ലോ ക്രാസ്നഹോർക്കയുടെ കമ്മ്യൂണിസത്തിനെതിരെയായ ആദ്യ പുസ്തകം കയ്യെഴുത്തു പ്രതിയായി പ്രചരിച്ചിരുന്ന ഒരു കാലമാണ്. നമുക്ക് സമാധാനത്തിന് നൊബേൽ കിട്ടിയ മരിയ കൊറീന മച്ചാഡോയിൽ നിന്നും ആരംഭിക്കാം. സോഷ്യലിസ്റ്റ് കോട്ടകളിൽ നിന്ന് പോലും പ്രതിനിധികളെ ജയിപ്പിക്കാൻ മാത്രം ശക്തമായ മുന്നേറ്റമാണ് മരിയ കൊറീന വെനസ്വേലയിൽ നടത്തിയത്. പുരുഷാധിപത്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിലാണ് മരിയ മാറ്റം കൊണ്ടുവന്നത്. മരിയ മാത്രമല്ല, നിരവധി വനിതകളാണ് മരിയയ്ക്കു പിന്നാലെ സഭയിലേക്ക് എത്തിയത്. സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടും സോഷ്യലിസ്റ്റ് പക്ഷത്ത് ഉറച്ചുനിന്ന രാജ്യമാണ് വെനസ്വേല. പ്രൈമറിയിൽ 93% വോട്ട് നേടിയിട്ടും മരിയയ്ക്ക് 2023 സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞില്ല. നിക്കോളാസ് മറുഡോയുടെ പക്ഷത്തിന്റെ വിലക്കായിരുന്നു അതിന് കാരണം. ഇത്രയൊക്കെ മരിയയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അവർ വിശാല ജനാധിപത്യത്തിന്റെ വക്താവാണെന്നൊന്നും തോന്നും. അങ്ങനെയല്ല. ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയമാണ് മരിയയുടേത്. ഏതെങ്കിലും ഒരു സ്വതന്ത്ര ജനാധിപത്യവാദിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ കഴിയുമോ? ജൂതർ വേട്ടയാടപ്പെടുന്ന 100 വർഷം മുൻപുള്ള കാലമല്ല ഇത്. ഇവിടെ ഇസ്രയേലാണ് വേട്ട നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. കുഞ്ഞു മക്കളാണ് മരിച്ചു വീഴുന്നത്. അവിടെ മരിയയുടെ പിന്തുണ ഇസ്രയേലിനാണ്. മരിയയെ പിന്തുണയ്ക്കുന്ന പല പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോഴത്തെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുമില്ല. അവിടെ നടത്തുന്ന വംശഹത്യയെ അനുകൂലിക്കുന്നുമില്ല. അപ്പോഴാണ് മരിയയുടെ ഇസ്രയേൽ നിലപാട് വരുന്നത്. ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനായി ഇസ്രയേലിന് ഗാസയിൽ ഏതറ്റം വരെയും പോകാമെന്നാണ് മരിയ പറഞ്ഞത്. അങ്ങനെ ഒരാൾക്കാണ് ഇത്തവണത്തെ നൊബേൽ ലഭിക്കുന്നത്. ഇതേ മരിയ ട്രംപിന്റെ വലിയ ആരാധകയുമാണ്. ഡൊണാൾഡ് ട്രംപിനെ കാൽതൊട്ട് വണങ്ങുന്ന രാഷ്ട്രീയമാണ് മരിയയുടേത്. അതിതീവ്ര ഇവാഞ്ചലിക്കലിസത്തിലേക്ക് പോകുന്ന ആ നിലപാടിലാണ് മരിയ ശരി കാണുന്നതും. സോഷ്യലിസ്റ്റ് വെനസ്വേലയിൽ വിപണിയിൽ സർക്കാർ നിയന്ത്രണമുണ്ട്. അവശ്യ സാധനങ്ങൾ മാത്രമല്ല സർക്കാർ നിയന്ത്രണത്തിലുള്ളത്. ഭൂരിപക്ഷം സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപിച്ചതാണ്. പൊതുമേഖലയിലാണ് പ്രവർത്തനങ്ങളേറെയും. ഇവയെല്ലാം തുറന്നു കൊടുക്കണമെന്നാണ് മരിയയുടെ നിലപാട്. ഓപ്പൺ മാർക്കറ്റിന്റെ വക്താവാണ്. തുറന്ന വിപണിക്ക് വേണ്ടിയുള്ള ആ പോരാട്ടമാണ് മരിയയെ പാശ്ചാത്യ ലോകത്തിന് പ്രിയങ്കരിയാക്കിയത്. ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലെല്ലാം സോഷ്യലിസവും കമ്മ്യൂണിസവും വീണിട്ടും വെനസ്വേലയിൽ അത് സംഭവിക്കാത്തതിനെതിരെ നടത്തുന്ന പോരാട്ടമാണ് മരിയയുടേത്. ഇത്തവണത്തെ നൊബേൽ മരിയ സമർപ്പിച്ചതും ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ്. സോഷ്യലിസ്റ്റ് ഭരണത്തിലും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലും ഉണ്ടാകുന്ന ഏകാധിപത്യ പ്രവണതയുണ്ട്. ഹ്യൂഗോ ഷാവേസിന്റെ കാലത്തും ഇപ്പോഴത്തെ നിക്കോളാസ് മറുഡോയുടെ കാലത്തും അത് കാണാം. ചൈനയിൽ ഷീ ജിൻപിങ്ങും റഷ്യയിൽ വ്ളാദിമിർ പുടിനുമൊക്കെ അങ്ങനെ ഏകാധിപത്യങ്ങളായി വാഴുന്നവരാണ്. അത്തരം ഏകാധിപത്യ പ്രവണതകളുള്ള സമഗ്രാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമാണ് മരിയ നയിച്ചത്. അതും പൂർണ്ണമായും ജനാധിപത്യത്തിന്റെ വഴിയിൽ. വിനാശകരമായ ഒരു സമരവും മരിയ നടത്തിയിട്ടുമില്ല. 20 വർഷം വലിയ വെല്ലുവിളി നേരിട്ട് തന്നെയാണ് പ്രതിപക്ഷത്തെ അവിടെ ജയിപ്പിച്ചെടുത്തതും. പേരിന് പോലും പ്രതിപക്ഷം ഇല്ലാതിരുന്ന രാജ്യത്ത് വലിയ മാറ്റമാണ് മരിയ കൊണ്ടുവന്നത്. ആ വശം നല്ലതാണെന്ന് പറയുമ്പോഴും മരിയ ഈ ലോകത്തിന് നൽകുന്ന സന്ദേശത്തിൽ എപ്പോഴും എതിരഭിപ്രായവുമുണ്ട്. ഇത്ര വലിയ ജനാധിപത്യവാദിയാണെങ്കിൽ എങ്ങനെ ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ കഴിയും? എങ്ങനെ ഡൊണാൾഡ് ട്രംപിനെ ആരാധിക്കും? മരിയയുടെ രാഷ്ട്രീയവും അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്.
പാശ്ചാത്യ ലോകത്തിന് ഹീറോയിൻ ആയതുകൊണ്ട് മാത്രം ലഭിച്ചതാണ് ഈ നൊബേൽ എന്ന് പറയാം. എന്നാൽ സാഹചര്യങ്ങൾ സമാനമാണ് എന്ന് തോന്നുമെങ്കിലും സാഹിത്യ നൊബേൽ നേടിയ ലാസ്ലോ ക്രാസ്നഹോർക്കൈ വേറിട്ടൊരു സ്വാതന്ത്ര്യമാണ് കാക്ഷിക്കുന്നത്. സോഷ്യലിസ്റ്റ് സമഗ്രാധിപത്യത്തിൽ നിന്ന് മുതലാളിത്ത സമഗ്രാധിപത്യത്തിലേക്ക് പോകുന്നതല്ല ആ രാഷ്ട്രീയം. ലാസ്ലോ ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറയാനും കഴിയില്ല. പക്ഷേ ആ എഴുത്തുകൾ ലോകത്തെവിടെയുമുള്ള സ്വാതന്ത്ര്യവാദികൾക്ക് പകർന്നു നൽകുന്നത് വലിയൊരു വെളിച്ചവുമാണ്. തമസ് അഥവാ ഇരുട്ടാണ് ക്രാസ്നഹോർക്കയുടെ എഴുത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പീഡയുടെ കൊടിയ കൊടുമുടിയാണത്. ചരശയിൽ കിടക്കുന്ന മനുഷ്യരാണ് പ്രമേയം. അത്യന്തം സങ്കീർണമായ ഓരോ വരിയും അഴിച്ചെടുക്കുമ്പോൾ വായനക്കാരന് ശ്വാസം മുട്ടും, മരണവെപ്രാളമെടുക്കും. സ്വാതന്ത്ര്യമില്ലാതിരുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിലിരുന്ന് എഴുതിയവയാണ് ആ വാക്കുകൾ. കമ്മ്യൂണിസം എന്ന പേരിലാണെങ്കിലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടാൽ അതിന് നിലനിൽപ്പില്ലെന്ന് പഠിപ്പിച്ചത് സോവിയറ്റ് യൂണിയനാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസത്തിന്റെ വീഴ്ച പോലും പ്രവചിച്ചയാളാണ് ക്രാസ്നഹോർക്കൈ എന്ന് നമുക്ക് കാണാം. പക്ഷേ ആത്യന്തികമായി ക്രാസ്നഹോർക്കൈ സോഷ്യലിസ്റ്റ് വിരുദ്ധനല്ല. സമത്വസുന്ദരമായ ഒരു ലോകം തന്നെ സ്വപ്നം കാണുന്നയാളാണ്. പക്ഷേ അവിടെ എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നു മാത്രം. ഇത്തവണത്തെ ഈ 2 നൊബേൽ സമ്മാനവും തുറന്നു വിടുന്നത് വലിയ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ കൂടിയാണ്. കമ്മ്യൂണിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും അവസാനത്തെ തുരുത്തുകളിൽ അവയുടെ ഭാവി എന്താണ് എന്നതാണ് അത് ഉയർത്തുന്ന ചോദ്യം. സമാധാനത്തിനുള്ള നൊബേൽ ലഭിച്ച മരിയ സോഷ്യലിസത്തെ പുറങ്കാലുകൊണ്ട് തട്ടുന്നയാളാണ്. ക്രാസ്നഹോർക്കൈ വളരെ വളരെ വിശാലമായ ഒരു സ്വപ്നഭൂമിക്ക് വേണ്ടി നിലകൊള്ളുന്നയാളും എല്ലാ തരത്തിലുമുള്ള ഇരുട്ടുകളെ അകറ്റാൻ ശ്രമിക്കുന്നയാളാണ്. ചൈനയ്ക്കും റഷ്യയ്ക്കും മുതൽ കേരളത്തിന് വരെ ചില പാഠങ്ങൾ ഇവരിൽ നിന്നും ഉൾക്കൊള്ളാവുന്നതേയുള്ളൂ. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം